പോളിംഗ് നഗരപരിധിയിൽ ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ പോളിംഗ് വരുന്നു. UDFന്റെ ശക്തി കേന്ദ്രങ്ങൾ, രണ്ട് മുന്നണികളുടെയും ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് അവർ അവകാശപ്പെടുന്ന പഞ്ചായത്തുകളിൽ പോളിംഗ് കുറയുന്നു. നഗരസഭാ പരിധിയിൽ എത്ര മുന്നേറ്റം ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്? എത്ര ഏകദേശം? നഗരസഭാ പരിധിയിൽ UDFന്റെ പ്രായരിയിൽ ലഭിക്കുന്ന ലീഡിനെ മറികടന്ന് നുള്ള ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിക്കും. കഴിഞ്ഞ തവണ 7000-അടുത്താണ്. ഞങ്ങൾ ഇത്തവണ 10,000-ഓളം വോട്ടുകളുടെ ലീഡ് നഗരസഭാ പരിധിയിൽ പ്രതീക്ഷിക്കുന്നു. മറ്റു പഞ്ചായത്തുകളിൽ കൂടി? പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ 3 പഞ്ചായത്തിൽ 3-ാം സ്ഥാനമാണ്. ഞങ്ങൾ ഇത്തവണ പ്രായരിയിൽ 2-ാം സ്ഥാനത്ത് വരും. മറ്റ് 2 പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് UDFനോ അല്ലെങ്കിൽ LDFനോ ഒപ്പം അല്ലെങ്കിൽ അവരെ മറികടന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും. ആകെ ഭൂരിപക്ഷം അങ്ങനെയാണെങ്കിൽ കണക്കാക്കുന്ന എത്രയാണ് ഏകദേശം? ഞങ്ങൾ 5000-ൽ കൂടുതൽ വോട്ടിന് പ്രതീക്ഷിക്കുന്നു. രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞ നോട്ടയൊക്കെ ഉണ്ടല്ലോ, BJP ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് കൂടിയിടുന്ന പറയുമ്പോൾ നോട്ടയും ഒക്കെ ഉണ്ടല്ലോ എന്നൊക്കെയാണ്. അത് തിരിച്ചു ആവാമല്ലോ. VD സതീശനൊക്കെ പറഞ്ഞത് 10,000-ലധികം വോട്ടിന് പുതിയ. അപ്പോൾ എന്തായിരിക്കും ഒരു അവസ്ഥ? രാഹുൽ മങ്കൂട്ടത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഷാഫിക്ക് കിട്ടാത്ത ഭൂരിപക്ഷം രാഹുലിന് കിട്ടുമോ? സന്ദീപിന്റെ വരവ് ദോഷം ചെയ്തു എന്നാണ് BJP. ഞങ്ങൾക്കത് വലിയ ഗുണം ചെയ്തു. UDFന് അത് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സന്ദീപിനെ അവിടെ തന്നെ നിർത്തണമെന്ന് നേരത്തെ കെ സുരേന്ദ്രൻ പറഞ്ഞു. സീറ്റ് കൊടുക്കണം, അവിടെ നല്ല സീറ്റ് കൊടുത്ത് എല്ലാ കാലത്തും നിലനിർത്തണം. 2012 സന്ദീപ് ഇട്ട പോസ്റ്റ് കൃഷ്ണകുമാർ ജില്ലാ പ്രസിഡന്റ് എന്റെ വീട്ടിൽ വന്ന് എന്റെ അമ്മയെ ആശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട പോസ്റ്റ് ഇന്ന് ഞങ്ങളുടെ പ്രവർത്തകർ പ്രചരിപ്പിക്കുന്നുണ്ട്. പോയിരുന്നു 2012 അദ്ദേഹം അവിടെ മോദിയുടെ ഫ്ലക്സ് ബോർഡ് കീറി എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവിടെ കലാപമുണ്ടാക്കി ഒളിവിൽ പോയി താമസിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ആ പ്രദേശത്തെ പ്രവർത്തകരെ ആശ്വസിപ്പിക്കാനും അമ്മയും അച്ഛനെയൊക്കെ ആശ്വസിപ്പിക്കാൻ കൃഷ്ണകുമാർ ഉണ്ടായിരുന്നു. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം S. ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.